ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ വേടകം പഞ്ചായത്തിലുള്ള കല്ലളി എന്ന് പറയുന്ന സ്ഥലത്തെ സർക്കാർ ഗോഡ് ഫാമിലാണ്. വെറും ഗോഡ് ഫാം അല്ല, ഹൈടെക് ഗോഡ് ഫാമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്ന് പലരും അറിയാറില്ല. ഇങ്ങനെയും കാഴ്ചകൾ നടക്കുന്നുണ്ട്. മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ സംരക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരം കൂടി ഒരുക്കുന്ന ഒരു ഇടപെടൽ കൂടിയാണ് ഈ ഗോഡ് ഫാം എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം ഒരു 80ഓളം ആടുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നാട്ടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന അല്ലെങ്കിൽ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു പ്രാദേശിക ഇടപെടൽ കൂടിയാണിതാ. എന്നോട് പ്രിയേച്ചിയുണ്ട് ഇവിടെ. എൻ്റെ പേര് സൂര്യ. ഇതിപ്പം സമീപകാലത്ത് ഉദ്ഘാടനം ചെയ്തതാണല്ലേ? അപ്പം ജോലിക്ക് ഇവിടെ കിട്ടി, അങ്ങനെ വന്നു. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ആടുകളൊക്കെ പറഞ്ഞൊക്കെ അനുസരിക്കുവോ? എന്താണ് മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ഇവിടെ ആദ്യം നമ്മ വന്നിട്ട് തീറ്റ കൊടുക്കും, പിന്നെ അടിച്ചു വരും, പിന്നെ പുല്ലെല്ലാം. നിങ്ങളുടെ നാടിന്റെ ഒരു തൊഴിൽ സാഹചര്യമൊക്കെ മാറ്റുന്നുണ്ടോ ഇത്തരത്തിൽ വലിയ പദ്ധതി വന്നത്? പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ വരുമെന്ന്? ഇല്ല. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ? സ്വന്തം നിലയിൽ നിന്ന് നമുക്ക് വീട് പുലർത്താം എന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഇത് ഇത്തരത്തിലൊരു പദ്ധതി ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എന്താണ് മനസ്സിൽ പറയാൻ തോന്നുന്നത്? എനിക്ക് നല്ലൊരു രാവിലെ വരുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ആടുകളൊക്കെ കളിക്കുമ്പോൾ നല്ലൊരു ജോലിയായാലും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലൊരു പോസിറ്റീവായ വശത്തെക്കുറിച്ചാണ് എല്ലാവർക്കും സംസാരിക്കാനും പറയാനും ഒക്കെ ഉള്ളത്. ഇവിടെയും ഉണ്ട് ഒരുപാട് ആടുകൾ. ഇങ്ങനെ 80ലധികം ആടുകൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ചേച്ചി പേരെന്താ? റസീദ. ഇവിടെ അടുത്തനാണ് വീട്? കുറ്റിക്കോല്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? നല്ല സന്തോഷമാണ്. സ്വന്തം കാര്യം ഈ ഒരു ജോലിയുടെ നമുക്ക് ലഭിച്ച ഇങ്ങനെ ഒരു സർക്കാർ പദ്ധതി ഇവിടെ വരുമെന്നോ ഇത്തരത്തിലൊരു എങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ നാട് നല്ല പുരോഗതിയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനൊരു സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ ഈ ജോലി കിട്ടിയതും വളരെ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റത്തിന്റെ കാഴ്ചകളും കഥകളും ഒരുപാടുണ്ട്. എന്താ പേരെന്താ? ധന്യ. നിങ്ങളുടെ വീട് എവിടെ? എൻ്റെ വീട് അടുത്ത് തന്നെയാണ്. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? നന്നായി പോകുന്നുണ്ടോ? സ്വന്തം നിലയ്ക്ക് ഒരു വരുമാനമൊക്കെ കിട്ടുമ്പോൾ ഒരു വലിയൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ? വിശ്വാസമുണ്ട്. എൻ്റെ ഒരു കുഞ്ഞിനെ വളർത്താൻ ഞാൻ ഈ ഒരു ജോലി ചെയ്തിട്ട് തന്നെ ആവണം. അപ്പോൾ അതിൻ്റെതായ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു വലിയ പദ്ധതി ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് പങ്കുചേരാൻ പറ്റിയല്ലേ? അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റി. ഇപ്പോൾ 3 മാസത്തേക്കാണ് നമുക്കിത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മുമ്പിലോട്ട് എങ്ങനെയെങ്കിലും അറിയില്ല. ഇതിപ്പോൾ നമുക്കൊരു വലിയ നേട്ടമായിട്ടുണ്ട്. വലിയൊരു നേട്ടം തന്നെ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നുള്ള മനുഷ്യരാണ്. പല പ്രതിസന്ധികളെ മുന്നിട്ട് അല്ലെങ്കിൽ അതിജീവിച്ച് കടന്നു വരുന്നവർ, പ്രതിസന്ധികളെ നേരിടുന്നവർ. പക്ഷേ അവരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസമാണ്, ആശ്വാസമാണ്. ഏറ്റവും പ്രധാനമായും പറയുന്നത് സ്വന്തം നിലയ്ക്ക് മറ്റാരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ. ആ ഇടപെടലുകളെ കുറിച്ചാണ് അവർ ഏറ്റവും സ്നേഹത്തോടെ പറയുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഈ യാത്ര ഇവിടെ തീരുന്നില്ല. അപ്പോൾ നാട്ടുവണ്ടി ഇനിയും തുടരും.